ഹലോ ഗായ്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ യാത്ര നേരെ മ്യൂണിക്കിലേക്കാണ് കേട്ടോ. അതായത് നമുക്ക് കഴിഞ്ഞ ദിവസം നടന്ന നമ്മുടെ PSG vs ഇന്റർ മിലാൻ ഫൈനൽ, UEFA ഫൈനൽ കാണാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ പഴയ പോലെ നമ്മുടെ ലൊക്കേഷൻ എല്ലാവർക്കും അറിയാതെ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഡെഗൻഡോർഫാണ്. ബവേറിയയിലെ ഡെഗൻഡോർഫിലാണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത്. ഞാൻ അവിടെയാണ് പഠിക്കുന്നത്, സ്റ്റുഡൻ്റാണ്. അപ്പോൾ നമ്മൾ അവിടുന്ന് മ്യൂണിക്കിലേക്കുള്ള RE എന്ന് പറഞ്ഞ ട്രെയിനിൽ കയറിയുള്ള യാത്രയാണ്. ഇതാ നമ്മളിപ്പോൾ മ്യൂണിക്കിലേക്ക് എത്തുന്നു. മ്യൂണിക്കിലുള്ള വലിയ വലിയ കെട്ടിടങ്ങളാണ് നമ്മുടെ ഈ മുമ്പിൽ കാണുന്നതെല്ലാം. നമ്മളിവിടെ സൈഡിൽ നോക്കിയാൽ അറിയാം, നമുക്ക് ചെറിയ ചെറിയ വാളുകൾ പോലുള്ള സംവിധാനം, അതെല്ലാം ഈ ഗ്രഫി വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ആ കാണുന്നതെല്ലാം വലിയ വലിയ കെട്ടിടങ്ങളാണ് കേട്ടോ. മ്യൂണിക്ക് ആസ്ഥാനമായി നമുക്ക് ഗൂഗിളിൻ്റെയും അതേപോലെ തന്നെ മറ്റ് പല കമ്പനികളുടെ, ഫേസ്ബുക്കിൻ്റെ, മെറ്റ, അവരുടെ എല്ലാം വലിയ വലിയ ആസ്ഥാനങ്ങൾ മ്യൂണിക്ക് ബേസ്ഡ് ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ ആ കെട്ടിടങ്ങളാണ് നമ്മൾ ഈ മുമ്പിൽ കാണുന്നതെല്ലാം. ഇവിടുത്തെ റെയിൽവേ സംവിധാനങ്ങൾ എല്ലാം തന്നെ ഈ കെട്ടിടങ്ങളോട് ചേർന്ന് തന്നെയായിരിക്കും കേട്ടോ. എല്ലായിടത്തുമല്ല, എന്നാൽ ഒരുവിധ സ്ഥലത്ത്. ഈ കാണുന്നതെല്ലാം ജർമ്മനിയിലെ ഊബാനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ പുറകിൽ കണക്ട് ചെയ്തുകൊണ്ട് പഴയ ഊബാനും ഇപ്പോൾ ഈ കാണുന്നത് പുതിയ ഊബാനും. അപ്പോൾ ഈ ഊബാൻ എന്ന് പറയുന്നത് അണ്ടർഗ്രൗണ്ടിൽ കൂടെ പോകുന്ന ട്രെയിൻ പറയുന്ന പേരാണ്. ഇത് മ്യൂണിക്കിലേക്ക് കളി കാണാൻ വേണ്ടി പോകുന്നവരുടെ ഒരു തിരക്കാണ് നമ്മൾ ഈ കാണുന്നത്. നമ്മൾ സ്റ്റേഡിയത്തിനടുത്തെത്തി അപ്പോൾ കാണുന്ന തിരക്കാണ് കേട്ടോ. അങ്ങ് ദൂരെ കാണുന്ന അതാണ് അലയൻസ് അറീന. ഒരു വട്ടത്തിലിരിക്കുന്നതൊക്കെ അത് ഇച്ചിരി അടുത്ത് ചെന്നിട്ട് കാണിക്കാം. വലിയ തോതിലുള്ള ജനത്തിരക്ക് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പോകുന്ന സമയത്ത് ഇവിടെ വലിയ തോതിലുള്ള ഒരു ജനത്തിരക്ക് നമുക്ക് അനുഭവപ്പെടാൻ കഴിഞ്ഞു മ്യൂണിക്കിലോട്ട് പോകുന്ന വഴി. ഇത് നമ്മളിതാ ആ അലയൻസ് അറീനയിലേക്ക് ഞാനും എൻ്റെ കൂട്ടുകാരും എല്ലാവരും കൂടെ കിടക്കുന്ന ഒരു രംഗമാണിത്. നമ്മൾ അങ്ങോട്ട് എത്തുന്നു. ഇത് അലയൻസ് അറീനയിലേക്കുള്ള തിരക്കാണ് കേട്ടോ. അറിയാം, UEFA ഫൈനൽ എന്ന് പറയുമ്പോൾ പല രാജ്യത്തു നിന്നും, എസ്പെഷ്യലി പാരീസിൽ നിന്നും ഇന്റർ മിലാനിൽ നിന്നുള്ള ധാരാളക്കണക്കിന് ഫാൻസ് അവിടെ ഒന്നിച്ച് അണിചേരുന്ന ഒരു സമയമാണ് കേട്ടോ. അവർ പല പല പ്രവൃത്തിയിൽ അവിടെ ഏർപ്പെട്ടിരുന്നു. കളിയിലും ഫുട്ബോൾ കളിയിലും മറ്റും എല്ലാവരും തമ്മിലുള്ള പല പല ഇൻ്റർ കൾച്ചറലായിട്ടുള്ള ആക്ടിവിറ്റീസിലെല്ലാം അവർ ഏർപ്പെട്ടിരുന്നു. അങ്ങനെ വളരെ എൻജോയ്മെൻറ്റ് നിറഞ്ഞ ഒരു ഇതായിരുന്നു കേട്ടോ ആ ഒരു സമയം. എസ്പെഷ്യലി പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എനിക്കും ഇപ്പോൾ എൻ്റെ കൂടെ വന്നവർക്കും ഒന്നും ടിക്കറ്റ് കിട്ടിയില്ല. അകത്ത് സ്റ്റേഡിയത്തിൽ കയറാനോ നിങ്ങളെ കളി കാണിക്കണമെന്നുണ്ടായിരുന്നു, ഫുട്ബോൾ മാച്ച് കാണിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ അതിന് നമുക്ക് അൺഫോർച്ചുനേറ്റ്ലി ടിക്കറ്റ് കിട്ടിയില്ല കേട്ടോ. നല്ല പ്രൈസ് റേഞ്ചുമായിരുന്നു ടിക്കറ്റിന്. ആ സമയത്ത് നമ്മൾ നോക്കിയപ്പോൾ കിട്ടിയില്ല. ഈ കാണുന്നതാണ് ആ കാണുന്നതാണ് നമ്മുടെ അലയൻസ് അറീന സ്റ്റേഡിയം. ചുറ്റും ആൾക്കാർ കൂടി നിൽക്കുന്നത്. ആ സ്റ്റേഡിയത്തിന് 1 കിലോമീറ്റർ ഇപ്പുറത്തുനിന്ന് ഈ ഒരു ബാരിക്കേഡ് വെച്ച് ആൾക്കാരെ മറച്ച് ടിക്കറ്റ് ഉള്ളവരെ മാത്രമേ അകത്തേക്ക് കയറ്റി വിടുന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ആൾക്കാർ സൈഡിൽ കൂടെ അതിലെ ഇതിലെ എല്ലാം ഏതെങ്കിലും ഒരു വഴി മാച്ച് കാണാൻ പറ്റുമോ, ഇല്ലെങ്കിൽ സ്റ്റേഡിയത്തിൻ്റെ തൊട്ടടുത്ത് പോകാൻ പറ്റുമോ എന്ന അന്വേഷണമാണ് നമ്മൾ ഈ കാണുന്ന മൊത്തം. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം എത്ര ദൂരത്തു നിന്നാണ് ആൾക്കാരെ അവർ മാറ്റിയേക്കുന്നത്. അലയൻസ് അറീനയുടെ ഏകദേശം എത്രയോ കിലോമീറ്റർ ചുറ്റളവിൽ നിന്ന് ആൾക്കാരെ അവർ മാറ്റി നിർത്തിയേക്കുവാണ്. ഈ കാണുന്നത് ജർമ്മൻ കുതിര പോലീസാണ് കേട്ടോ. അതായത് കുതിരയുടെ മണ്ടയിരുന്നുള്ള, കുതിരപ്പട്ടാളം എന്നൊക്കെ പറയുന്ന പോലെ കുതിരയുടെ മണ്ടയിരുന്നുള്ള കുതിര പോലീസ്. അവർ എപ്പോഴും സ്റ്റേഡിയത്തിന് റൗണ്ട് ചുറ്റും. അപ്പോൾ ഈ ലാസ്റ്റ് സമയത്ത് ഞങ്ങൾ ഇവിടെ നിന്ന് കളി കാണാം എന്ന് വിചാരിച്ചപ്പോൾ അവിടെ എഴുതി കാണിച്ചു ദെർ വിൽ ബി നോ പബ്ലിക് വ്യൂയിങ്, അതായത് പബ്ലിക്കായിട്ട് മാച്ച് കാണിക്കുകയെന്ന് വിചാരിച്ചു. പിന്നെ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല, സെൻറ്ററത്തെ മാത്രമേ മാച്ച് പബ്ലിക്കായിട്ട് കാണിക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ അവിടുന്ന് ഇത് നിന്നുകൊണ്ട് കാര്യമില്ലാത്തതുകൊണ്ട് അലയൻസ് അറീനയ്ക്ക് ഒരു ടാറ്റയൊക്കെ കൊടുത്തിട്ട് നമ്മൾ തിരിച്ച് നേരെ പോവുകയാണ്. ഇപ്പോൾ ഇരിക്കുന്നത് നമ്മൾ ആ സ്റ്റേഷനായിട്ടോ, ഫ്രഡ്മാനിയിലാണ് അലയൻസ് അറീനയിൽ കയറാൻ യൂബാൻ ഇറങ്ങേണ്ടത്. ഇപ്പോൾ നമ്മൾ തിരിച്ച് ബസ്സിൽ കയറി പൊക്കോണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അതിനുവേണ്ടി ബസ്സിൽ കയറാൻ പോവുകയാണ് നമ്മൾ. ഈ കാണുന്നത് അവിടുത്തെ ഒരു റെയിൽവേ സ്റ്റേഷനോട് ചേർന്നുള്ള ബസ് സ്റ്റേഷനാണ് കേട്ടോ. നമുക്കറിയാം ജർമ്മനിയിൽ മിക്ക റെയിൽവേ സ്റ്റേഷൻ ഇവിടെ പറയുന്നത് ബാനോഫാണ്. ബാനോഫിനോട് ചേർന്നായിരിക്കും ബസ് സ്റ്റേഷൻ വരുന്നത്. ഇത് നമ്മൾ ബസ്സിൽ കയറി നേരെ തിരിച്ചുള്ള യാത്രയിലേക്കാണ് കേട്ടോ. ഇവിടെ ബസ്സിൽ കയറാനും ട്രെയിനിൽ കയറാനും എല്ലാം ഒരേ ടിക്കറ്റ് നമ്മൾ കാണിച്ചാൽ മതി. അതാണ് ഡോയ്ച്ച്ലാൻഡ് ടിക്കറ്റ് എന്ന് പറയും. ഇത് നമ്മളൊരു സ്റ്റേഷനിൽ വന്ന് നിൽക്കുന്നതാണ്. അറിയാം, ഇവിടെ പലപ്പോഴും കണക്ഷൻ ട്രെയിൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ട്രെയിൻ മിസ്സായി സ്വാഭാവികമായിട്ടും സ്റ്റേഷനിൽ നമ്മളിങ്ങനെ കുത്തിയിരിക്കുകയാണ്. നമുക്ക് വേറെ ഓപ്ഷനൊന്നും ഇല്ല, അവിടെ ഇരിക്കുക എന്നല്ലാതെ നമ്മളെ കൊണ്ട് വലുതായിട്ടൊന്നും നടക്കുകയില്ല. ഇപ്പോൾ നമ്മളീ കാണുന്നത് അവിടെ നമ്മുടെ PSG പാരീസ് കപ്പെടുത്ത് ആ ഒരു ആഘോഷപ്രകടനം നമ്മൾ സ്റ്റേഷനിൽ ഇരുന്നുകൊണ്ട് മ്യൂണിക്കിൻ്റെ ഔട്ടറിലുള്ള ഒരു സ്റ്റേഷനിൽ ഇരുന്നുകൊണ്ട് അലയൻസ് അറീനയുടെ അവിടെ കാണുന്ന ഒരു ആഘോഷപ്രകടനമാണ് കേട്ടോ. അവിടെ പടക്കം പൊട്ടിയിട്ടൊക്കെയാണ്. കാരണം നമുക്കറിയാം അന്ന് PSG കപ്പ്. ഗൈസ്, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമുക്ക് അടുത്ത വീഡിയോ കുറച്ചുകൂടെ ഇമ്പ്രൂവ്ഡ് ആയിട്ട് കുറച്ചുകൂടെ നല്ല രീതിയിൽ നമുക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഒരു നല്ല ഡേ ആശംസിക്കുന്നു. ബൈ.